ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രെഡും ചെറുപഴവും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിൽ മാത്രമാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 4 ചെറുപഴം കൂടെ എടുക്കുകയാണ്. അപ്പം നമ്മൾ ചെറുപഴം എടുക്കുമ്പോൾ പാളയംതോടൻ പഴം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഇവിടെ അണ്ണാൻ പഴമാണ് കിട്ടിയത്. അപ്പോൾ മധുര അണ്ണാൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ആ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. അതും 4 ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനതവിടെ ബ്രെഡെല്ലാം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പഴവും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 5-10 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ഞാൻ ഇവിടെ 2 വലിയ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേർക്കുന്നതിന് നമുക്ക് ബ്രെഡൊക്കെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ അത് നോക്കി ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ അരച്ചെടുത്തുകൊണ്ട് വന്ന കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയ ശേഷം നമുക്കിത് എണ്ണയിൽ വീഴ്ത്തി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കിടപ്പുണ്ട്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ തീ കുറച്ചിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനതവിടെ ഒരു സ്പൂണിൽ മാവ് കോരി ഒഴിച്ച് കൊടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മളിതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനവിടെ ആദ്യം 4 സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഇതോണം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ അധികം ഇട്ട് വീത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് വീതം നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പഴമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വെന്തയ ശേഷം മാത്രം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ലതുപോലെ വെന്തയ ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനവിടെ എല്ലാം ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അധികം കരിഞ്ഞു പോകാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണില്ല. പക്ഷെ നമ്മളൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇത് ഞാനതവിടെ 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എണ്ണ നല്ലതുപോലെ ഊറ്റിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കാരണം നമുക്കിത് എണ്ണ നല്ലതുപോലെ പിടിക്കുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ആ മാവും ഇതുപോലെ ഒന്ന് ഒഴിച്ച് നമുക്കിതിനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ചെറുപഴവും ബ്രെഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഞാനവിടെ ബാക്കിയും ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡും ചെറുപഴവും കൊണ്ടുള്ള സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയും കഴിക്കാനാണെങ്കിൽ പറയാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ബ്രെഡും പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.